ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ബുക്കിഷ് റൈറ്റർ. ഇന്ന് നമുക്ക് ഒരു ചരിത്ര കഥയിലേക്ക് കടന്നാലോ? കൃത്യം 114 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ചരിത്ര കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. 1912 ഏപ്രിൽ 15 പുലർച്ചെയാണ് ലോകത്തിനെ നടുക്കിയ ആ സംഭവം ഉണ്ടായത്. അതെ, നമുക്കേവർക്കും സുപരിചിതമായ ടൈറ്റാനിക്കിൻ്റെ കഥ. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ടൈറ്റാനിക്കിൻ്റെ മറക്കാനാവാത്ത കഥ. 1912 ലോകം ഒരു അത്ഭുത കപ്പലിനെ കണ്ടു, RMS ടൈറ്റാനിക്. ആ കപ്പലിനെ എല്ലാവരും മുങ്ങാനാവാത്തത് എന്ന് വിളിച്ചു. അതൊരിക്കലും മുങ്ങില്ല എന്ന വാഗ്ദാനമായിരുന്നു കപ്പലുടമ ആളുകൾക്ക് നൽകിയിരുന്നത്. വലിയ ആഡംബരത്തോടെയായിരുന്നു കപ്പലിൻ്റെ നിർമ്മാണം. സമ്പന്നർക്ക് രാജകീയ സൗകര്യങ്ങൾ, പാവപ്പെട്ടവർക്ക് പുതിയ ജീവിതത്തിനുള്ള സ്വപ്നങ്ങൾ. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് തൻ്റെ ആദ്യ യാത്ര ആരംഭിച്ചു. എല്ലാം സുഖകരമായിരുന്നു. പക്ഷേ ഏപ്രിൽ 14 രാത്രി അത് സംഭവിച്ചു. കടൽ വളരെ ശാന്തമായിരുന്നു. ആളുകൾ മുകളിലെ നിലയിൽ നിന്നും സംഗീതം ആസ്വദിക്കുന്നു. ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പക്ഷേ വെള്ളത്തിനടിയിൽ ഒളിഞ്ഞിരുന്ന ഒരു അപകടം, അത് ആരുടെയും ശ്രദ്ധ പതിക്കാത്തതായിരുന്നു. ഒരു വലിയ ഐസ്ബർഗ്. മുകളിൽ നിന്നും കാണുമ്പോൾ ചെറുതാണെന്നും നിസാരക്കാരനാണെന്ന് തോന്നിയിരുന്ന അത് താഴ്ഭാഗം വലിയതായിരുന്നു. രാത്രി 11:40 ടൈറ്റാനിക് അതിൽ ഇടിച്ചു. ടൈറ്റാനിക്കിൻ്റെ താഴ്ഭാഗമായിരുന്നു അതിൽ തട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തിൽ പലർക്കും കാര്യത്തിൻ്റെ ഗൗരവം അത്ര മനസ്സിലായില്ല. സംഗീതം തുടരുകയാണ്. ആളുകൾ അതിൽ മുഴുകിയിരിക്കുകയാണ്. ആളുകൾ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, ആടുന്നു, പാടുന്നു. പക്ഷേ അല്പാൽപമായി സത്യം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. രാത്രി നല്ല തണുത്തതായിരുന്നു. കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അടിഭാഗം പൊട്ടി അടിയിൽ നിന്നുമായിരുന്നു വെള്ളം കയറി തുടങ്ങിയത്. ഭയം എങ്ങും വ്യാപിച്ചു. എല്ലാവർക്കും മതിയായ ലൈഫ് ബോട്ടുകൾ അതിൽ ഉണ്ടായിരുന്നില്ല. ആ യാഥാർത്ഥ്യം ആളുകളെ കൂടുതൽ പരിഭ്രാന്തരാക്കി. സമ്പന്നർക്ക് രക്ഷപ്പെടാൻ കൂടുതൽ അവസരമുണ്ടായി. പാവപ്പെട്ടവരെ തഴഞ്ഞു. സ്വമാർഗം കണ്ടെത്താതെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. അവർ താഴെ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്നു. ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ ആ ഭീമൻ കപ്പലിന് അധികം ആയുസ്സുണ്ടായില്ല. സംഗീതജ്ഞർ അപ്പോഴും സംഗീതം വായിച്ചു കൊണ്ടിരുന്നു, ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. അവസാനം അത് സംഭവിച്ചു. ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ ആ ഭീമൻ കപ്പൽ പുലർച്ചെ 2:20 സമുദ്രത്തിൻ്റെ അടിയിലേക്ക് മാഞ്ഞു. 1500-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 3800 മീറ്റർ അടിയിലാണ് ഈ കപ്പൽ അവശിഷ്ടങ്ങൾ ഉള്ളത്. പലതവണ കടലിനടിയിൽ നടത്തിയ പരീക്ഷണത്തിൽ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രം വെച്ചിട്ടാണ് ജെയിംസ് കാമറൂൺ ടൈറ്റാനിക് എന്ന മൂവി ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ എത്ര ശക്തനായാലും പ്രകൃതി അതിലും വലിയ ശക്തിയാണ്. അതിനെ മറക്കാതിരിക്കലാണ് മനുഷ്യന് നല്ലത്. ആ ഒരു പാഠം നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും ഉൾക്കൊള്ളാവുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ ബൈ.